ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയൊരു എപ്പിസോഡിൽ ഇത്തവണയും നമ്പർ ചാർട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇന്നും സ്കൂളുകൾക്ക് അവധിയാണ്. തുടർച്ചയായി 2 ദിവസം സ്കൂളുകൾക്ക് അവധി കൊടുത്തത് നിങ്ങൾക്ക് പുറത്തു പോയി കളിക്കാനല്ല എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. സത്യത്തിൽ ഇന്നലെ ശരിക്കും ഉറക്ക് വന്നിട്ടില്ല. ഒരുപാട് തവണ ഞെട്ടി എഴുന്നേറ്റ് പുതിയ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്ത് വയനാട്ടിലുള്ള ആ ഉരുൾപൊട്ടലുണ്ടായ ആ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെയും പലരുടെയും സ്ഥിതി അത് തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ കലക്ടർ അവധി പ്രഖ്യാപിച്ചത്, സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു പോയി കളിക്കാനുള്ള ഒരു സുവർണാവസരമാക്കി മാറ്റരുത്. ചിലപ്പോൾ അച്ഛനും അമ്മക്കും അവർ ജോലിക്ക് പോയിട്ടുണ്ടാവും. നിങ്ങൾ വീട്ടിൽ തനിച്ചായിരിക്കും. പുറത്തിറങ്ങുന്നതും വെള്ളത്തിലിറങ്ങുന്നതും വളരെ സൂക്ഷിച്ചിട്ട് മാത്രം. നീന്തൽ അറിയാവുന്ന പ്രഗത്ഭർ പോലും പെട്ടുപോകുന്ന ഒരുപാട് വളരെ പ്രയാസമുള്ള വെള്ളപ്പൊത്തൊക്കെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഞാനും ഇന്നും ഇന്നലെയുമായി 2 സ്ഥലത്ത്, മലപ്പുറത്ത് 2 സ്ഥലത്ത് സ്കൂളിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ നല്ല റോഡ് ബ്ലോക്കും അതുപോലെ വാഹനങ്ങൾക്ക് വളരെ ദുഷ്കരമായിട്ട് പോലും ആണ് കടന്നു പോകാൻ കഴിയുന്നത്. അപ്പോൾ ആമുഖമായി ഇത്രയും പറഞ്ഞത്, ഒരു കാരണവശാലും കുട്ടികളാരും പുറത്തു പോയി കളിക്കാനുള്ളൊരു സുവർണാവസരമാക്കി മാറ്റരുത് ഇന്നത്തെ അവധി, ഇങ്ങനെ കിട്ടുന്ന അവധികൾ. അപ്പോൾ അതിന് പകരമായി നമുക്ക് വരാനുള്ള ഗണിതശാസ്ത്ര അത്തരത്തിലുള്ള മേളകൾക്കുള്ളൊരു മുന്നൊരുക്കം എന്നുള്ള രൂപത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു നമ്പർ ചാർട്ട് തന്നെയാണ്. ഇന്നലെയും ഒരു നമ്പർ ചാർട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവതരിപ്പിക്കുന്നത് UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇനിയും ഒരുപാട് കണ്ടെത്തലുകൾ നടത്താനുള്ള ഒരു നമ്പർ ചാർട്ടാണ്. അപ്പോൾ രാമാനുജൻ സംഖ്യ, എങ്ങനെയാണ് രാമാനുജൻ ആ സംഖ്യകളുടെ പ്രത്യേകതകൾ കണ്ടെത്തിയത്, ആ രീതിയിൽ നമ്മൾ ഒരു പുതിയ കണ്ടെത്തൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. രാമാനുജൻ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത 2 വ്യത്യസ്ത ക്യൂബിക് സംഖ്യകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. അതായത് 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ്, മറ്റൊരു രീതിയിൽ 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ്. അപ്പോൾ ഈ രൂപത്തിൽ രാമാനുജൻ എങ്ങനെയായിരിക്കാം ഈ സംഖ്യ കണ്ടെത്തിയത്? അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ടേബിൾ വരച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു കണ്ടെത്തലിന് ശ്രമിക്കുകയാണ്. 2 വ്യത്യസ്ത സ്ക്വയർ നമ്പറുകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, രണ്ടാമത്തെ സംഖ്യ ഏതാണ്, അടുത്ത സംഖ്യ ഏതാണ് എന്നൊക്കെ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അത് കൃത്യമായി ടേബിൾ വരച്ച് തന്നെ നമുക്ക് കണ്ടെത്താം. ഇതിന് ധാരാളം കാൽക്കുലേഷൻ ആവശ്യമാണ്. സ്ക്വയർ നമ്പർ ചുരുങ്ങിയത് ഒരു 20-25 വരെയെങ്കിലുള്ള സ്ക്വയർ നമ്പർ നമ്മൾ ബൈഹാർട്ട് പഠിക്കണം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കണ്ടെത്തൽ നടത്താൻ വേണ്ടി തീർച്ചയായും കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, ഗുണപട്ടിക ഉപയോഗിക്കാം. പക്ഷേ മത്സരത്തിന്റെ സമയത്ത് ഇതൊന്നും ഉപയോഗിച്ചുകൂടാ. അത് മുഴുവൻ മനസ്സിൽ നിന്നും എടുത്തെഴുതണം. അപ്പോൾ കൃത്യമായി കളം വരച്ചുകൊണ്ട് ഒരു ചാർട്ട്, പല രക്ഷിതാക്കളും ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്, ചാർട്ടിന്റെ നീളവും വീതിയും ആ സൈസ് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ടിന്റെ വലുപ്പം 71 അല്ലെങ്കിൽ 72 സെന്റിമീറ്റർ നീളം, 56 സെന്റിമീറ്റർ വീതിയാണ്. അല്ലാത്തതെല്ലാം അൺസൈസാണ്. ചാർട്ട് മുറിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഇതിലും വലിയ A1 ഷീറ്റ് ഉണ്ട്, 80 സെന്റിമീറ്റർ ഒക്കെ വലുപ്പമുള്ള, അത് ഉപയോഗിക്കരുത്. അത് അൺസൈസാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കട്ടി കുറഞ്ഞ സാധാരണ ചാർട്ട് ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും മാർക്കർ പെൻ ഉപയോഗിച്ച്, ചിസിൽ ടിപ്പ് മാർക്കർ പെൻ ഉപയോഗിച്ച് മാത്രമേ എഴുതാൻ പാടുള്ളൂ. സ്കെച്ച് പെന്നുകൊണ്ടോ സാധാരണ പെന്നുകൊണ്ടോ നമ്പർ ചാർട്ടിൽ എഴുതാൻ പാടില്ല. ഓക്കെ.
അതുപോലെ പരമാവധി 3 ചാർട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. 3 ചാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ള എല്ലാം അതിൽ ഒതുങ്ങിയിരിക്കണം. 3 ചാർട്ട് വ്യത്യസ്ത നമ്പറുകളാവരുത്. ഒന്നിന്റെ തുടർച്ചയായിരിക്കണം രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാർട്ട്. അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന റഫ് വർക്ക് പോലും ചാർട്ടിലായിരിക്കണം. അതും എണ്ണത്തിൽ വരും. അതുകൊണ്ട് തന്നെ ഞാനത് വളരെ കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. ഒരു ചാർട്ട് നമ്മുടെ മെയിൻ ചാർട്ടാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാർട്ടുകളാണ് മറ്റ് 2 എണ്ണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള റഫ് വർക്കൊക്കെ അത് മാർക്കർ ഉപയോഗിക്കണം എന്നില്ല. കാരണം ഒരുപാട് കാൽക്കുലേഷൻ നടത്താനുണ്ട്. അതിന് നിങ്ങൾക്ക് സ്കെച്ച് പെന്നോ സാധാരണ പെന്നോ ഉപയോഗിക്കാം. പക്ഷേ ചാർട്ട് ആ 3 എണ്ണത്തിൽ പറഞ്ഞ ചാർട്ട് മാത്രമേ അതിന് ഉപയോഗിക്കാവൂ. അങ്ങനെ കിട്ടുന്ന നമുക്ക് പിന്നെ ഇതുപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, ചില നിഗമനങ്ങളുണ്ട്, ചില പ്രത്യേക കണ്ടെത്തലുകളുണ്ട്. അതൊക്കെ മൂന്നാമതൊരു ചാർട്ടിൽ നല്ല ഭംഗിയായി, അത് മാർക്കർ പെൻ ഉപയോഗിച്ച് തന്നെ, ചിസൽ ടിപ്പ് മാർക്കർ പെൻ ഉപയോഗിച്ച് തന്നെ ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ചാർട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഒരു മെയിൻ ചാർട്ട് ഉണ്ട്, കളം വരച്ച് കൃത്യമായി കള്ളികൾ വരച്ചുകൊണ്ട് എഴുതാനുള്ളത്. അതിനെ വേണ്ടി വരുന്ന കാൽക്കുലേഷൻസ് റഫായി ചെയ്യാൻ മറ്റൊരു ചാർട്ട്. ഇതിൽ നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകൾ അത് രേഖപ്പെടുത്താൻ വേണ്ടി മൂന്നാമതൊരു ചാർട്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ. 3 എണ്ണം മാത്രമേ ഉപയോഗിക്കാവൂ, 1 സൈഡ് മാത്രമേ ഉപയോഗിക്കാവൂ, 3 ചാർട്ടിന്റെയും ഒരു സൈഡ് മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ, അത്രയും വ്യക്തമായി. ഇനി കളം വരയ്ക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് വരച്ചിട്ട് നിശ്ചിത എണ്ണം കള്ളി കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. എങ്ങനെയാണ് പിന്നെ ഈ നമ്പർ ചാർട്ടിന്റെ കളം വരക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഈ നമ്പർ ചാർട്ടിൽ നമുക്ക് ഒരു 20 നീളത്തിലും 20 വീതിയിലും കളങ്ങൾ വരണം. കൂടാതെ ബോർഡർ വരക്കണം, പേരെഴുതാനുള്ള ഒരു സ്ഥലവും കൂടെ വേണം. അപ്പോൾ ഒരു ചാർട്ടിന്റെ നീളം 71 സെന്റിമീറ്റർ ആണ്. നമ്മൾ വരക്കുന്ന ചതുരങ്ങളുടെ നീളം, കള്ളികളുടെ നീളം 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെന്റിമീറ്റർ വരുന്ന സമയത്ത് നമുക്ക് എന്നാ 20 3 60 സെന്റിമീറ്റർ കഴിഞ്ഞാലും വീണ്ടും 10 സെന്റിമീറ്റർ പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായി ആദ്യം തന്നെ ഒരു സ്കെയിലിന്റെ വീതിയിൽ ഒരു എന്നാ ചതുരം, ഒരു സ്ക്വയറായി തന്നെ നമുക്ക് ബോർഡർ വരച്ചിടാം. ആദ്യം തന്നെ ആ പണി ചെയ്യാം. ഇത് നമ്പർ ചാർട്ടിന്റെ കാര്യത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. ജോമെട്രിക്കൽ ചാർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം തന്നെ ബോർഡർ വരയ്ക്കരുത്. നമ്പർ ചാർട്ടിന്റെ കാര്യത്തിൽ, ഈ ചാർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് 1 സെന്റിമീറ്റർ, അതായത് ഒരു സ്കെയിലിന്റെ വീതി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 3 സെന്റിമീറ്റർ ആണ് ഉണ്ടാകുക. അപ്പോൾ 3 സെന്റിമീറ്റർ വീതിയുള്ള ബോർഡർ 4 ഭാഗത്തും വരച്ചാലും പിന്നെയും നമുക്ക് ആവശ്യമുള്ള സ്ഥലം ഉണ്ടാകും. ആ ചതുരങ്ങളുടെ നീളം 3 സെന്റിമീറ്റർ ആണ്, വീതി പക്ഷേ 3 എടുത്തുകൂടാ. അപ്പോൾ അവിടെ കൊള്ളില്ല, 2.5 സെന്റിമീറ്റർ എടുത്താൽ മതി. അപ്പോൾ 2.5യുടെ ഗുണിതങ്ങളായി അടയാളപ്പെടുത്താം. എന്നിട്ട് വലിയ സ്കെയിൽ, മീറ്റർ സ്കെയിൽ നിർബന്ധമായിട്ടും നമ്പർ ചാർട്ട് ചെയ്യുന്നവർക്ക് വേണം. പിന്നെ കളം വരക്കുന്നത് പെൻസിൽ കൊണ്ട് മാത്രം മതി. സ്കെച്ച് പെൻ കൊണ്ട് വരച്ചാൽ പിന്നെ കളർ പടരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 3 ചാർട്ട് ഉപയോഗിക്കണം. ഈ ചാർട്ടിന്റെ കളങ്ങൾ എങ്ങനെയാ വരക്കുമെന്ന് പറഞ്ഞ് ബോർഡർ വേണം, പേരെഴുതാനുള്ള ഒരു സ്ഥലം വേണം. പേരിന് വേണ്ടിയിട്ട് എൻ്റെ അടുക്ക മെസ്സേജ് ചെയ്യരുത്, എന്നെ വിളിക്കരുത്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒക്കെ എന്നെ ചേർന്നുകൊണ്ട് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ പിന്നെ അവതരണം ഞാൻ വളരെ കൃത്യമായി ചെയ്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഇത് നമ്മൾ ഈ കണ്ടെത്തൽ നടത്താൻ വേണ്ടി എങ്ങനെയാണ് ഇത് പട്ടികപ്പെടുത്തുന്നത് എന്നൊക്കെ വിശദമായി തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന, പിന്നെ പരിസരത്തൊക്കെ ചിലപ്പോൾ അന്തരീക്ഷം തെളിഞ്ഞതാവാം, തെളിഞ്ഞു വരുന്ന ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറക്കാനൊക്കെയുള്ള കൊതി സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാവും. ചെയ്യരുത്, പുറത്തേക്ക് പോകരുത്. അപ്പോൾ വീട്ടിൽ തന്നെ തൽക്കാലം ഇരിക്കുക, പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. ഇനി ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത മേളയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് കണ്ടെത്താനുള്ളതെന്നും നമുക്ക് നോക്കാം. ഇവിടെ മറ്റൊരു നമ്പർ ചാർട്ട് അവതരിപ്പിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസവും
ഒരു നമ്പർ ചാർട്ട് അവതരിപ്പിച്ചിരുന്നു. ഇത്തവണ UP ക്ലാസ്സുകളിലേക്കുള്ള ഒരു നമ്പർ ചാർട്ട്. ഇത് കുറച്ചും കൂടെ വലിയ രൂപത്തിൽ ഹൈസ്കൂൾ കുട്ടികൾക്കും അവതരിപ്പിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതാ ചാർട്ട് ഞാൻ മുഴുവനാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ചാർട്ട് വികസിപ്പിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയം എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. കുട്ടികൾ രാമാനുജൻ സംഖ്യ പഠിക്കുന്നുണ്ട്. എന്താണ് രാമാനുജൻ സംഖ്യയുടെ പ്രത്യേകത? രാമാനുജൻ സംഖ്യ ഏതാണ്? 1729. 1729 എന്ന സംഖ്യയാണ് രാമാനുജൻ സംഖ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ആ സംഖ്യയുടെ പ്രത്യേകത? ആ പ്രത്യേകത രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. ഒന്നുകൂടെ, രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. അപ്പോൾ അതിൻ്റെ മേലെ വേറെയും സംഖ്യകളുണ്ട്. ഏറ്റവും ചെറുതാണ് 1729. അപ്പോൾ ഈ സംഖ്യയും രാമാനുജനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ രാമാനുജൻ ജനിച്ച വർഷം എന്നൊക്കെയാണ് പറയുന്നത്. ചിലർ മരിച്ച വർഷം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ശരിക്ക് രാമാനുജൻ അതിദരിദ്രനായ ഒരു ഗണിത പഠിതാവായിരുന്നു. അതായത് കണക്ക് മാത്രം ഇഷ്ടമുള്ള, കണക്കിനെ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, കണക്ക് മാത്രമേ അദ്ദേഹം ഇഷ്ടമുള്ളൂ. അതും കണക്കിലുള്ള എല്ലാ വിഭാഗമായിട്ടും അദ്ദേഹത്തിന് ചങ്ങാത്തമില്ല. ചില പ്രത്യേക ഭാഗങ്ങളിൽ അമിതമായ ആവേശവും താല്പര്യവുമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? കോളേജിലൊന്നും പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റ് വിഷയങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം മറ്റ് വിഷയങ്ങളിൽ പരാജയപ്പെടുക ചെയ്യില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കിനോടുള്ള പ്രത്യേക താല്പര്യവും അദ്ദേഹത്തിൻ്റെ കഴിവും പരിഗണിച്ച് അദ്ദേഹത്തിന് പ്രത്യേക സ്കോളർഷിപ്പ് നടത്തി കൊടുത്തുകൊണ്ട് അന്ന് ലണ്ടനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ ഹാർഡിയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ വിമാനത്തിലൊന്നും പെട്ടെന്ന് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. അന്ന് കപ്പലിലാണ് പോവുക. അപ്പോൾ മാസങ്ങളോളം എടുക്കും. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പിന്നെയും പോയിക്കും. നമ്മുടെ രാമാനുജൻ ഒരു സസ്യബുക്കായിരുന്നു, വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയൻ. ഇനി ലണ്ടനിലെത്തിയാൽ അവിടെ പ്രധാനം മാംസാഹാരമാണ്, മത്സ്യാഹാരമാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പിന്നെ കഠിനമായ ജോലിയും. അപ്പോൾ പുറത്തുനിന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചുകൂടാ, സ്വന്തമായിട്ട് പാകം ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം വല്ലാതെ ശോഷിച്ച് അങ്ങനെ ഹോസ്പിറ്റലായി. അങ്ങനെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ ഹാർഡി വരികയാണ്. അപ്പോൾ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ വന്ന ആ മോട്ടോർ ക്യാബിൻ്റെ നമ്പർ ഒരു രസവും ഇല്ലാത്ത 1729. അപ്പോൾ സംഖ്യയിൽ ഈ രാമാനുജനുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞ ഉടനെ രാമാനുജൻ പറഞ്ഞു, 1729 അങ്ങനെ പ്രത്യേകതകളില്ലാത്ത നമ്പറല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള നമ്പറാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. ആ നമ്പർ ഈ പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. അപ്പോൾ അതുവരെ അങ്ങനെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് അറിയില്ല. എന്ന് വെച്ചാൽ മറ്റാർക്കും അറിയില്ല. ഇത് രാമാനുജൻ്റെ മാത്രം കണ്ടെത്തലായിരുന്നു. അപ്പോൾ നേരത്തെ അദ്ദേഹത്തിന് ആ പ്രത്യേകതകൾ അറിയാം. അതിലൊരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രൂപത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് രാമാനുജനാണ്. അതുകൊണ്ടാണ് ഈ സംഖ്യയെ രാമാനുജൻ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആ സംഖ്യ ഏതൊക്കെയാണ് വരിക നോക്ക്. 10 ക്യൂബ് പ്ലസ് 9 ക്യൂബാണ്. അതായത് 10 ഘാതം 3 പ്ലസ്
9 എന്ന്. അപ്പോൾ 10ന്റെ ക്യൂബ് എത്രയാ? 10 × 10 × 10 1000 ആണ്, 1000. 9 × 9 × 9 9ന്റെ ക്യൂബ് 729 ആണ്. അപ്പോൾ 1000 + 729 = 1729. ഇതാണ് ഒരു തരത്തിൽ എഴുതാവുന്നത്. അവിടെ 2 വ്യത്യസ്ത സംഖ്യകളുടെ ക്യൂബുകൾ തന്നെയാണ് കൂട്ടുന്നത്. ഇനി രണ്ടാമത്തത് ഏതാണ്? രണ്ടാമത്തത് 12 ക്യൂബ് + 1 ക്യൂബ്. 12ന്റെ ക്യൂബ് എത്രയാണ്? 1728 ആണ്. 1ന്റെ ക്യൂബ് 1 തന്നെ. അപ്പോൾ 1728 + 1 = 1729. വ്യത്യസ്ത രീതിയിൽ നമ്മുടെ രാമാനുജൻ സംഖ്യ എഴുതാൻ പറ്റുന്നത്. 12 ക്യൂബ് + 1 ക്യൂബ്. അതുപോലെ 10 ക്യൂബ് + 9 ക്യൂബ്. അപ്പോൾ ഇത് ഇവിടെ പറയാൻ കാരണം എന്താ? രാമാനുജൻ ഈ പ്രത്യേകതകളുള്ള സംഖ്യ കണ്ടെത്തിയത് ഈ രീതിയിലായിരിക്കാം, നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആ 2 ക്യൂബിക് സംഖ്യകളുടെ തുകയായിട്ട് എഴുതുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിവിടെ ഈ ചാർട്ടിൽ ക്യൂബിക് നമ്പർ അല്ല, അതായത് ക്യൂബല്ല എഴുതിയത്, സ്ക്വയറാണ്. ഇവിടെ സ്ക്വയറാണ്. അപ്പോൾ 1729 എന്ന് പറഞ്ഞാൽ രാമാനുജൻ കണ്ടെത്തിക്കഴിഞ്ഞു, അത് ക്യൂബുകളുടെ. ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ചെയ്യുന്നത് 2 വ്യത്യസ്ത സ്ക്വയർ നമ്പറുകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണ്, പിന്നീട് വരുന്നത് ഏതാണ്, പിന്നീട് വരുന്നത് ഏതാണെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ഒന്നും കൂടെ, അപ്പോൾ നമ്മുടെ ടാസ്ക് 2 വ്യത്യസ്ത വർഗസംഖ്യകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്, ആ കണ്ടെത്തലാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ചെറിയ സംഖ്യ മാത്രമല്ല, ഈ രൂപത്തിൽ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും നാലാമത്തെ സംഖ്യയും ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പോൾ ഈ ചാർട്ട് വലുതായി, അതായത് കൂടുതൽ വലുതാക്കി നമുക്ക് ചെയ്യാം. അത് നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൻ്റെ ആ റേഞ്ച് അനുസരിച്ച്, ഹൈസ്കൂൾ കുട്ടികളാവുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരുപാട് വളർത്തിക്കൊണ്ടുപോകാം. അപ്പോൾ ഇതും തുടങ്ങുന്നത് നമുക്ക് പഠിക്കാനുള്ള സ്ക്വയർ നമ്പറിൽ നിന്നാണ് എന്നുള്ളതാണ്. എപ്പോഴും പഠിക്കാനുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങി അതിനപ്പുറത്തേക്ക് അന്വേഷണം നടത്തലാണ് നമ്മുടെ മേളകളുടെ എല്ലാ ഉദ്ദേശം അത് തന്നെയാണ്. ശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും അതിലുള്ള നമ്പർ ചാർട്ടാണെങ്കിലും എന്തായാലും. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതാണ്, 7ാം ക്ലാസ് വരെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് സ്ക്വയർ നമ്പേഴ്സ്. അപ്പോൾ ആ സ്ക്വയർ നമ്പേഴ്സിൽ ഒരു പുതിയ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ അന്വേഷണം നടത്തണമെങ്കിൽ ചാർട്ട് ഈ രൂപത്തിൽ തന്നെ എഴുതണം. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ആദ്യമായി ഒരു ചാർട്ടിൻ്റെ നീളം, ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടിൻ്റെ നീളം, മേളക്ക് ഉപയോഗിക്കാവുന്ന സ്റ്റാൻഡേർഡ് ചാർട്ടിൻ്റെ നീളം 71 അല്ലെങ്കിൽ 72 സെൻറ്റിമീറ്ററാണ്. 2 ആയാലും കുഴപ്പമില്ല. 71 കട്ടിയുള്ള കാർഡ് ഷീറ്റ്, ഐവറി കാർഡ് പോലത്തെ കാർഡ് ഷീറ്റ് ആണെങ്കിൽ അതിന് 71 സെൻറ്റിമീറ്ററേ നീളം ഉണ്ടാകും. കട്ടി കുറഞ്ഞ സാധാരണ ചാർട്ടാണ് 72 സെൻറ്റിമീറ്റർ ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, എഴുതി പഠിക്കാൻ വേണ്ടി കട്ടി കുറഞ്ഞ ചാർട്ട് ഉപയോഗിക്കാം. വില കുറവാണ് അതിന്, 10 രൂപ താഴെയുള്ളൂ. ഐവറി കാർഡാണെങ്കിൽ അതിന് 25 രൂപക്ക് മേലെയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇനി ഹോൾസെയിൽ ആണെങ്കിൽ അതിൻ്റെ വില കുറയും. അപ്പോൾ പഠിക്കാൻ വേണ്ടി കട്ടി കുറഞ്ഞ ചാർട്ട് എടുക്കാം. അപ്പോൾ മേളക്ക് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അപ്പം ഐവറി കാർഡ് പോലത്തെ നല്ല കട്ടിയുള്ള ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ 3 ചാർട്ടുകളാണ് ഒരു കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുക. പക്ഷേ 3 എണ്ണത്തിലും 3 തരത്തിലുള്ള നമ്പറല്ല വേണ്ടത്. ഇതാ ഞാനിവിടെ എഴുതിയല്ലോ, ഇത് ഒരു ചാർട്ട് കൊള്ളുന്ന രൂപത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി ഇതിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് 2ാമത്തെയും 3ാമത്തെയും ചാർട്ടിൽ ഉപയോഗിക്കാം. അപ്പോൾ ഹൈസ്കൂൾ കുട്ടികളാണെങ്കിൽ ഇത് 20-നപ്പുറം കിട്ടില്ല. അപ്പോൾ ഇത് തന്നെ അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഒരു ചാർട്ട് മതിയാവില്ല, അതിൻ്റെ തുടർച്ചയായി വെച്ചുകൊണ്ട് മറ്റൊരു ചാർട്ടും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ
നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ചാർട്ടിൻ്റെ എണ്ണം 3 ചാർട്ടാണ് പരമാവധി ഉപയോഗിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന റഫ് വർക്കും അതുപോലെ കണ്ടെത്തുന്ന കാര്യങ്ങളും ഒക്കെ ഈ 3 എണ്ണത്തിലും ഒതുക്കണം. മറ്റൊന്ന്, ചിസിൽ ടിപ്പ് മാർക്കർ കൊണ്ടാണ് എഴുതേണ്ടത്, സ്കെച്ച് പെന്ന് കൊണ്ട് എഴുതരുത്. ഞാനിവിടെ സ്കെച്ച് പെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് A4 പേപ്പറിലാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ്. ഇനി ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്റർ, ഞാനിവിടെ നീളവും വീതിയും വ്യത്യസ്തമായിട്ടാണ് എടുത്തത്. ഞാനിവിടെ ഈ കളത്തിൻ്റെ നീളം 1.5 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്കത് നീളം 3 സെൻറ്റിമീറ്ററിൽ എടുക്കാം. ഇനി വീതിയുടെ ഭാഗത്ത് ഞാൻ താഴേക്ക് വരച്ചപ്പോൾ അത് 1 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്കത് 2 സെൻറ്റിമീറ്ററോ 2.5 സെൻറ്റിമീറ്ററോ എടുക്കാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വീതിയിലെടുത്താൽ അത് മുഴുവൻ 20 വരെ കിട്ടില്ല എന്നതുകൊണ്ടാണ് ഒന്നും കൂടെ നീളം ഈ രൂപത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്റർ വീതമെടുത്ത് കളം വരക്കാം. താഴേക്ക് വരക്കുന്നത് 2.5 സെൻറ്റിമീറ്റർ ആവാം. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ, ഓക്കെ. അപ്പോൾ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, വലിയ സ്കെയിൽ ഉപയോഗിക്കണം എങ്കിലേ നമുക്ക് പോയിന്റ് ഇട്ട് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. അതുപോലെ 4 ചുറ്റും ഒരു സ്കെയിലിൻ്റെ വീതിയിൽ ഒരു ബോർഡർ കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലും നിങ്ങൾക്ക് ഉള്ളിൽ ചെയ്യാൻ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ആ ബോർഡറിൻ്റെ ഉള്ളിൽ ആണ് നമ്മളിത് കളം വരച്ച് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഏറ്റവും മേലെയുള്ള ഭാഗം നോക്ക്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, അങ്ങനെ 20 സ്ക്വയർ വരെ നമുക്ക് എഴുതാം. ഇനി അതേപോലെ താഴെ അതിന് നേരെ ഇവിടെ പ്ലസ് ചിഹ്നമാണ് ഇട്ടത്, പ്ലസ്. എന്നിട്ട് തൊട്ട് താഴെയാണ് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോളം. അത് A4 പേപ്പർ ആയത് നിങ്ങൾക്കത് 20 സ്ക്വയർ വരെ എഴുതാം. യെസ്. ഇനി പിന്നീട് ഉള്ളിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊന്ന് നോക്കാം. ഇവിടെ ഈ കോളം പോയിന്റ് ചെയ്ത് കൃത്യമായിട്ട് ഇവിടെ എങ്ങനെയാണ് 2 വന്നത്? മേലെ എത്രയാണുള്ളത്? 1 സ്ക്വയർ ആണ്. ലെഫ്റ്റിൽ എത്രയാണുള്ളത്? 1 സ്ക്വയർ ആണ്. അത് രണ്ടും കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് ഇവിടെ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ 1 + 1 2. അങ്ങനെയാണ് ഇവിടെ 2 എന്ന സംഖ്യ വന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് 5 വന്നത്? മേലെ എത്രയാണുള്ളത്? 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 1 സ്ക്വയർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 4 1 5. അങ്ങനെയാണ് ഇവിടെ 5 വരുന്നത്. അപ്പോൾ ഇവിടെ 10 വരുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടുണ്ടാവും. മേലെ 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ്. 9 + 1 സ്ക്വയർ. 3 സ്ക്വയർ + 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10. അങ്ങനെയാണ് ഇവിടെ 10 വന്നത്. ഇനി തൊട്ട് അടുത്തത് 17 എങ്ങനെ വന്ന്? 4ന്റെ സ്ക്വയർ + 1 സ്ക്വയർ. അപ്പോൾ 16 + 1 17. ഇവിടെ വരുമ്പോൾ 25, 5ന്റെ സ്ക്വയർ + 1 സ്ക്വയർ 26. 6 സ്ക്വയർ 36, 36 + 1 സ്ക്വയർ എത്രയാണ്? 37. ഇവിടെ 7 സ്ക്വയർ + 1 സ്ക്വയർ 50, 50. ഇവിടെ 8 സ്ക്വയർ + 1 സ്ക്വയർ 65, 65. ഇവിടെ 9 സ്ക്വയർ + 1 സ്ക്വയർ 82. അതായത് 9 9 81 + 1 82. ഇവിടെ 101 എങ്ങനെയാണ്? 10 സ്ക്വയർ + 1 സ്ക്വയർ. അപ്പോൾ ഇവിടെയുള്ള ഈ സ്ക്വയറിൻ്റെ കൂടെ എല്ലാം 1 സ്ക്വയർ കൂട്ടുന്നതുകൊണ്ട് ആ സ്ക്വയറിൻ്റെ കൂടെ ഓരോ നമ്പർ ആഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ 11ന്റെ സ്ക്വയർ 121 ആണ്. അപ്പോൾ +1. അപ്പോൾ ഇവിടെയുള്ള 12ന്റെ സ്ക്വയറിനോട് 1 ചേർത്ത് 145. 13ന്റെ സ്ക്വയറിൻ്റെ കൂടെ 1 ചേർത്ത് 170, 197. ഇതൊക്കെ കിട്ടുന്നത് അങ്ങനെയാണ്. അവസാനം 20ന്റെ സ്ക്വയർ ആകുമ്പോൾ 401. അങ്ങനെ കിട്ടും. അത് തന്നെയാണ് ഈ റോയിലും വരുന്നത്. ഇവിടെ വരുന്ന ഇത് തന്നെയാണ് ഇവിടെയും വരിക. കാരണം എന്താ? ഇവിടെ 2ന്റെ സ്ക്വയറിൻ്റെ കൂടെ 1ന്റെ സ്ക്വയർ കൂടി, 3ന്റെ സ്ക്വയറിൻ്റെ കൂടെ 1ന്റെ സ്ക്വയർ കൂടി. അതേ നമ്പർ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുക. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആ മേലെ കിട്ടുന്ന അതേ സാധനം തന്നെയാണ്
ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കിട്ടുന്നതും. ഓക്കെ, ഇനി രണ്ടാമത്തെ റോയിലേക്ക് വരികയാണ്. രണ്ടാമത്തെ റോയിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് 5 കിട്ടിയെന്നുള്ളതാണ്. അത് വ്യക്തമാണ്. ഇതാ ഇവിടെ 1ന്റെ സ്ക്വയറിൻ്റെ കൂടെ 2ന്റെ സ്ക്വയർ കൂടിയതാണ്. ഇപ്പോൾ 2ന്റെ സ്ക്വയർ 4ആണ്. 4ന്റെ കൂടെ 1ന്റെ സ്ക്വയറും കൂടെ കൂടുമ്പോൾ 5. ഇവിടെയോ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അത് 8ആണ്. ഇവിടെയോ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്. 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ 9 4 13. ഇവിടെയോ ഇവിടെ വരുമ്പോൾ 4ന്റെ സ്ക്വയർ 16. 16 2 സ്ക്വയർ 4. ഇപ്പോൾ 16 4 20. അങ്ങനെ ഇതാണ്. അപ്പോൾ ഈ റോയിൽ വരുമ്പോഴെല്ലാം എന്താണ് 4 വീതം കൂടുകയാണ്. 4 വീതം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ 2 സ്ക്വയർ ആണ് എല്ലാത്തിൻ്റെ കൂടെയും കൂടുന്നത്. അപ്പോൾ ഇവിടെയുള്ള സംഖ്യയുടെ കൂടെ ഇതാ. അപ്പോൾ 5ന്റെ സ്ക്വയറിൻ്റെ കൂടെ 4 കൂടി. അതങ്ങനെയാണ് 29 കിട്ടുന്നത്. ഇവിടെ 6ന്റെ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇവിടെ 7ന്റെ സ്ക്വയറിൻ്റെ കൂടെ 2ന്റെ സ്ക്വയറും കൂടെ കൂടിയിട്ടാണ് 53 കിട്ടുന്നത്. 8ന്റെ സ്ക്വയറിൻ്റെ കൂടെ 2ന്റെ സ്ക്വയറും കൂടെ കൂടി 68. 9ന്റെ സ്ക്വയറിൻ്റെ കൂടെ 2ന്റെ സ്ക്വയർ കൂടി 85. 104. ഈ ഭാഗം ബാക്കി നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി മൂന്നാമത്തെ റോയിലേക്ക് വരുമ്പോൾ സംഗതി ഏതാണ്ട് വ്യക്തമായിട്ടുണ്ടാവില്ല. 3ന്റെ സ്ക്വയറിൻ്റെ കൂടെ 1 സ്ക്വയറും കൂടെ കൂടി 1ന്റെ സ്ക്വയർ കൂടി 10. ഇവിടെ അപ്പോൾ ഈ റോയിൽ വരുമ്പോൾ എല്ലാം 9ആണ് കൂടുക. ഇതാ 2ന്റെ സ്ക്വയറിൻ്റെ കൂടെ 3ന്റെ സ്ക്വയർ കൂടി. അപ്പോൾ 4 9 13. ഇവിടെയോ 9 9 18. 16 9 25. 25 9 34. 36 9 45. ഇങ്ങനെ കൂടി വരികയാണ്. ബാക്കി നിങ്ങൾക്ക് എഴുതാം. ഇവിടെ വരുമ്പോഴോ ഇവിടെ വരുമ്പോൾ ഇതാ 1ന്റെ സ്ക്വയറിൻ്റെ കൂടെ 4ന്റെ സ്ക്വയറാണ് കൂടുന്നത്. 16ആണ് കൂടുന്നത്. അപ്പോൾ 1 പ്ലസ് 16 17. 4 പ്ലസ് 16 20. 9 പ്ലസ് 16 25. 16 പ്ലസ് 16 32. 25 പ്ലസ് 16. ആ രൂപത്തിൽ അടുത്ത സ്ക്വയർ നമ്പർ കൂടി പോവുക. അപ്പോൾ അങ്ങനെയാണ് ഇത് മുഴുവൻ നമ്മൾ എഴുതുന്നത്. ഞാൻ ഇവിടെ വെച്ച് നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ 3 മണിക്കൂറാണ് ഇത് കണക്ക് കൂട്ടി എഴുതാനുള്ള സമയം. കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൂടാ. മറ്റ് എളുപ്പമുള്ള ഒരു വഴികളും ഉപയോഗിച്ചുകൂടാ. ഏതെങ്കിലും ഗുണനപ്പട്ടിക നോക്കി എഴുതാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിൽ നിന്ന് എടുത്തെഴുതേണ്ടതാണ്. അപ്പോൾ എന്ത് വേണം, 20 വരെയുള്ള സ്ക്വയർ നമ്മൾ കൃത്യമായിട്ട് അത് ഇതിനൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും 20 വരെയുള്ള സ്ക്വയർ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. അത് ബൈ ഹാർട്ട് ആയിരിക്കണം. അതിൻ്റെ കൂടെ ഇതാ 20 വരെയുള്ള ഓരോ സ്ക്വയറും കൂട്ടണം. അപ്പോൾ കൂട്ടി എഴുതുമ്പോൾ നമ്മൾ കൂട്ടി എഴുതാൻ ചിലപ്പോൾ സംശയം ഉണ്ടെങ്കിൽ എഴുതാനൊക്കെ സമയം എടുക്കും. ഇതിനു വേണ്ടി വരുന്ന റഫ് വർക്ക് മുഴുവൻ മറ്റൊരു ചാർട്ടിലായിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതിയ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണോ എന്ന് ജഡ്ജസിന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ റഫായിട്ട് എഴുതിയ ഭാഗം കാണിച്ചു കൊടുക്കണം. അപ്പോൾ മറന്നു പോരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പറഞ്ഞ പോലെ ഇത് മുഴുവൻ എഴുതാൻ പറ്റുമോ? 3 മണിക്കൂറുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. 3 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ചാർട്ടിൽ കളം വരച്ച് എഴുതണം. കളം വരച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ മനസ്സെന്നെടുത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കണക്ക് കൂട്ടാനുള്ള സമയം വേണം. അപ്പോൾ ഇതൊക്കെ 3 മണിക്കൂർ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ പലതവണ ടൈം വെച്ച് നോക്കണം. അപ്പോൾ കഴിയുന്നതും കുറേ കാര്യങ്ങൾ മനപ്പാടാക്കിയാൽ നമുക്ക് അവിടുന്ന് മനസ്സെന്നെടുത്ത് മറ്റൊരു സ്ഥലത്തും നോക്കാൻ പാടില്ല. ഒരു തുണ്ട് കടലാസ് പോലും കൊണ്ടുവന്നത് അത് കോപ്പി അടിക്കുന്നതിന് തുല്യമാണ്. ഇതൊരു പരീക്ഷ തന്നെയാണ്. പരീക്ഷയായിട്ട് തന്നെ കാണണം. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലീൻ പേപ്പറാണ്, അതിലാണ് നമ്മൾ എഴുതുന്നത്. അതുപോലെ നമ്മൾ കൊണ്ടുവന്ന ചാർട്ട് വളരെ ക്ലീൻ ആയിരിക്കണം. ഒരു കുത്തോ കോമയോ, ഉദാഹരണത്തിന് നമുക്ക് കളം വരയ്ക്കാൻ വേണ്ടി വീട്ടുകാരെങ്കിലും നമുക്ക് ഒരു എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുത്ത് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് അവർ കണ്ടു കഴിഞ്ഞാൽ ആ ചാർട്ട് അവർ വാങ്ങി വെക്കും. അപ്പോൾ അവിടെ നമുക്ക് ടൈം പോയി. ഒരു സാധനം, ഒരു പോയിന്റ് പോലും ഇടരുത്.
അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് അതാണ് പലതവണ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വില പിടിച്ച ചാർട്ട് ഉപയോഗിക്കണ്ട. അത് പിന്നെ വില കുറഞ്ഞ് 10 രൂപയിൽ താഴെയുള്ള കട്ടി കുറഞ്ഞ സാധാരണ ചാർട്ട് ഉപയോഗിച്ചാൽ മതി. മറ്റൊന്ന്, റഫായിട്ട് എഴുതുമ്പോൾ പോലും മാർക്കർ ഉപയോഗിച്ച് എഴുതാവൂ. ചിസിൽ ടിപ്പ് മാർക്കർ. ഇതാ ചിസിൽ ടിപ്പ് മാർക്കർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ലെക്സറിൻ്റെ ഒരു സൂപ്പർ ചിസിൽ മാർക്കർ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും കണ്ടോ, ചിസിൽ മാർക്കർ. അപ്പോൾ അറ്റൻ ചിസിൽ തന്നെയായിരിക്കും, റൗണ്ട് അല്ല. ഇങ്ങനെ വെട്ടുള്ളതാണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുകൊണ്ട് എഴുതാനും പ്രത്യേക പരിശീലനം വേണം. ആദ്യം തന്നെ ഇതുകൊണ്ട് എഴുതാം. ചെറിയ കുട്ടികളാകുമ്പോൾ നേരത്തെ ഇത് എഴുതി ശീലിക്കണം. ഇതാണ് ചിസിൽ മാർക്കർ. യെസ്. അപ്പോൾ സാധാരണ സ്കെച്ച് പെന്ന് കൊണ്ടോ മറ്റു പെന്ന് കൊണ്ടോ ഒന്നും എഴുതരുത്. റൗണ്ട് ടിപ്പ് കൊണ്ട് എഴുതരുത്. ഓക്കെ. യെസ്. ഇനി നമ്മൾ ഇതിലുള്ള കണ്ടെത്തലുകളാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തിനാ ഇത്ര സാഹസപ്പെട്ട് എഴുതിയത്? അപ്പോൾ നമുക്ക് കണ്ടെത്താനുള്ള കാര്യം എന്തായിരുന്നു? 2 വ്യത്യസ്ത വർഗസംഖ്യകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് കണ്ടെത്തുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സാഹസം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ മാത്രമല്ല, രണ്ടാമതേതാണ്, മൂന്നാമതേതാണ്, നാലാമതേതാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് അത് വരുന്നത്? അപ്പോൾ പരിശോധിക്കേണ്ട എങ്ങനെയാണ്? നമുക്ക് ഈ നമ്പറെല്ലാം ഒന്ന് പരിശോധിക്കില്ല. ഈ നേരെ വരുന്ന രണ്ടാമത്തെ വരിയിൽ നമ്മൾ കൂട്ടി എഴുതിയ സംഖ്യകളൊന്ന് പരിശോധിക്കുക. 2 അത് ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും 2 മറ്റ് സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇനി 5 മറ്റെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന എല്ലാ സംഖ്യകളും 2 എല്ലാം ചില സംഖ്യകൾ, മിക്കവാറും സംഖ്യകൾ 2 സ്ഥലത്ത് വരും. 10 ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്, പക്ഷെ മറ്റെവിടെയും വന്നിട്ടില്ല. 17 നോക്ക്, 17 എവിടെയൊക്കെയാണ് വന്നേ? ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം മാത്രമേ ഉള്ളൂ. 26 ഇവിടെയും ഇവിടെയുണ്ട്. മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉള്ളിലേക്ക് നോക്കണം. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. 37 നോക്ക്, ഈ 2 എണ്ണം അല്ലാതെ 37 മറ്റെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? 50 ഒന്ന് ഇവിടെയും വരും, ഒന്ന് ഇവിടെയും വരും. ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം 50 എത്ര എണ്ണം ഇതിൻ്റെ ഉള്ളിലുണ്ട് നോക്കുക. 1, 2, 3. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും ഒന്ന് കൂടിയേ. അപ്പോൾ ഈ 50 എങ്ങനെയാണ് വന്നേ നോക്കുക. 7ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ 50 വന്നത്? 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 7ന്റെ സ്ക്വയർ 49 പ്ലസ് 1ന്റെ സ്ക്വയർ 50. ഇവിടെ എങ്ങനെയാ വന്നത്? അതേ തന്നെയാണ്, 7ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇവിടെ വന്നതോ അങ്ങനെയല്ല. ഇവിടെ വന്നത് എങ്ങനെയാണ്? 5ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകത എത്തിയോ? എന്തായിരുന്നു പ്രത്യേകത? 2 വ്യത്യസ്ത വർഗസംഖ്യകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കറക്റ്റാണ്. ഏതാണ്? 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 50. ഇവിടെയോ? ഇവിടെ 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്. ഇവിടെ 50 വന്നത് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്ത സംഖ്യകളല്ല, എന്നാലോ ഇവിടെ വ്യത്യസ്ത സംഖ്യകളാണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞെടുത്ത് എത്തിയില്ല. എത്തണമെങ്കിൽ 5 സ്ക്വയർ പ്ലസ് മറ്റേതിൻ്റെ സ്ക്വയർ ആയിരിക്കണം. അത് വന്നിട്ടില്ല. അപ്പോൾ 50 നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലായിട്ടില്ല. നമുക്കെന്താണ് വേണ്ടത്? 2 വ്യത്യസ്ത സംഖ്യകളുടെ വർഗസംഖ്യകളുടെ തുകയായി 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റണം. ഇവിടെ ഒരു വ്യത്യസ്ത രീതിയിൽ ഒന്ന് ഓക്കെയാണ്, മറ്റത് ഒരേ സംഖ്യയാണ് കിട്ടുന്നത്, വ്യത്യസ്ത സംഖ്യ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അപ്പുറത്തേക്ക് പോവാണ്. 65 എത്രയുണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 65 ഉണ്ട്, ഇവിടെ 65 ഉണ്ടാവും. ഈ 65 എങ്ങനെയാണ് വന്നത്? 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇവിടെ എങ്ങനെ തന്നെയാണ്? 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെയാണ്. ഇനി മറ്റെവിടെയെങ്കിലും 65 ഉണ്ടോ നോക്കൂ. ഇവിടെ കാണുന്നുണ്ട് 65.
വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെയുണ്ട് 65. അപ്പോൾ അതൊന്ന് നോക്കാം. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 7 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ് അല്ലേ? ഇതിന് നേരെ മേലെയുള്ള 7 സ്ക്വയർ ആണ്. 7ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറും ചേർന്നാണ് ഇവിടെ 65 കിട്ടിയത്. അപ്പോൾ 7ന്റെ സ്ക്വയർ 49 പ്ലസ് 4ന്റെ സ്ക്വയർ 16. 49ഉം 16ഉം 65. ഇവിടെ എങ്ങനെയാ വന്നത്? ഇവിടെ 7ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് വ്യത്യസ്ത രീതിയിലായല്ലോ. ഒന്നുകൂടെ നോക്ക്. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇവിടെ വരുന്നതോ 4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. അപ്പോൾ 8ന്റെ സ്ക്വയർ 64 പ്ലസ് 1ന്റെ സ്ക്വയർ 1 65. രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ വർഗസംഖ്യകളുടെ തുകയായി 65 വന്നു. ഇവിടെയോ? ഇവിടെ അതല്ലാത്ത രണ്ടെണ്ണം കിട്ടുന്നുണ്ടോ എന്നാ നോക്കേണ്ടത്. ഇതാ 7 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അപ്പോൾ ഇവിടെ രണ്ട് വ്യത്യസ്ത സംഖ്യകൾ വന്ന് 7ന്റെ സ്ക്വയർ 49, 4ന്റെ സ്ക്വയർ 16, രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 65. അപ്പോൾ നമ്മൾ പറഞ്ഞെടുത്ത് വന്നിട്ടില്ലേന്നൊന്നും കൂടെ നോക്ക്. രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ വർഗസംഖ്യകളുടെ രണ്ട് വ്യത്യസ്ത വർഗസംഖ്യകളുടെ തുകയായിട്ടാണ് ഇവിടെ 65 വന്നത്. ഏതൊക്കെയാണ്? 4ന്റെ സ്ക്വയർ പ്ലസ് 7ന്റെ സ്ക്വയർ. ഇവിടെ വരുന്നതോ 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ 50 കണ്ടതുപോലെയല്ല, ഇവിടെ 4 വ്യത്യസ്ത വർഗസംഖ്യകൾ, അത് ഓരോ പെയറായിട്ട് കൂട്ടിയതാണ്. ഇതാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഒന്നുകൂടെ, ഇവിടെ നമ്മൾ കണ്ടെത്തിയത് രണ്ട് വ്യത്യസ്ത വർഗസംഖ്യകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 65. അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എഴുതുമ്പോൾ ഇനി കണ്ടെത്താനുള്ള സംഖ്യകൾ ഇതേപോലെ വരും. എത്ര ഉണ്ട് നോക്കണം. 4 സ്ഥലത്ത് ഒരേ നമ്പർ വരുന്നുണ്ടെങ്കിൽ ഷുവറാണ്, അതാണ് ഇനി വരാനുള്ള അടുത്ത സംഖ്യ. നമ്മളിവിടെ കണ്ടല്ലോ 65, അതേ സാധനം തന്നെയാണ് 65 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരിക. എന്നാൽ ഉള്ളിൽ 2 സ്ഥലത്ത് വരുന്നുണ്ട് 65, 65. മൊത്തം 4 സ്ഥലത്ത് 65 വന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രത്യേകതയുള്ള ആദ്യത്തെ സംഖ്യ കണ്ടെത്താനായത്. അപ്പോൾ ഒരു നമ്പർ ചാർട്ടിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ഒരു രീതി. ഇനി ഇത് രാമാനുജൻ സംഖ്യയായിട്ട് എങ്ങനെയാണ് ചേർത്ത് പറയുക? ഇതേ രൂപത്തിലായിരിക്കണം രാമാനുജൻ കണ്ടെത്തിയത്. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താം. ഇതിന്റെ തൊട്ടടുത്ത രീതിയിൽ നമുക്ക് കണ്ടെത്താം. ഇവിടെ സ്ക്വയറിന് പകരം ക്യൂബ് ഇട്ടാൽ മതി. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, അങ്ങനെ ക്യൂബിക് നമ്പേഴ്സ് എഴുതുന്നു. ഇവിടെയും ക്യൂബുകളാണ്. ആ രണ്ട് വ്യത്യസ്ത ക്യൂബുകളുടെ തുകയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. അപ്പോൾ വികസിപ്പിക്കാൻ ഒരുപാടുള്ള, അപ്പോൾ UP തലത്തിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കും നന്നായി വികസിപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു നമ്പർ ചാർട്ടാണ് ഇത്. അപ്പോൾ ഇത് വിട്ടത് നിങ്ങൾ ശ്രദ്ധാപൂർവം ആദ്യഘട്ടത്തിൽ വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തന്നെ ചെയ്യാം കേട്ടോ. പക്ഷേ ഒന്നോർക്കണം, അതായത് അത് കണ്ടെത്താൻ മാത്രമാണ്. ഇത് കണ്ടെത്താൻ, അതായത് ഈ രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും ഒക്കെ കണ്ടെത്താൻ വേണ്ടി തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ മത്സരത്തിന്റെ സമയത്തേക്ക് കാൽക്കുലേറ്ററോ മറ്റ് ഗുണന പട്ടിക മനസ്സിലാക്കാനുള്ള മറ്റ് സാധനങ്ങളോ ഒന്നും കൊണ്ടുപോയിക്കൂടാ. അത് മനസ്സെന്നാണ് എടുത്തെഴുതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി ബൈ ഹാർട്ട് പഠിച്ചിട്ട് വേണം മത്സരത്തിന് അവതരിപ്പിക്കാൻ. മറന്നു പോകരുത്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇത് കണ്ടെത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ ഒരു തടസ്സവും ഇല്ല. വീട്ടിൽ നിന്ന് ആരും പിടിച്ചു വെക്കൂല. ഓക്കെ. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മത്സരത്തിന് ഉപയോഗിക്കേണ്ടത്. അപ്പം ഞാനിവിടെ ആദ്യത്തെ സംഖ്യയെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ വരുന്ന രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും ഒക്കെ കണ്ടെത്തണം. കണ്ടെത്താനുള്ള വഴി ഞാൻ ഈ പറഞ്ഞതാണ്. തെറ്റിപ്പോവാതെ ചെയ്യുകയാണെങ്കിൽ 4 സ്ഥലത്ത് ഒരേ നമ്പർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അയാളാണ് അടുത്ത നമ്പർ. അതിൻ്റെ അടുത്ത നമ്പറും അതേപോലെ പരിശോധിക്കുക. ഓരോന്നും ചെക്ക് ചെയ്യുക. ഇപ്പം 145 അത് എത്ര സ്ഥലത്ത് വരുന്നുണ്ട്? 2 സ്ഥലത്ത് എന്തായാലും വരും. അതിന് പുറമെ 2 എണ്ണം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ, മൊത്തം 4 എണ്ണം ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പിക്കാം അയാളായിരിക്കും അടുത്ത നമ്പർ. അപ്പോൾ
ഒരു നമ്പർ ചാർട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് 3 ചാർട്ടാണ് ഉപയോഗിക്കേണ്ടത്. ചാർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ടി കുറഞ്ഞത് ഉപയോഗിക്കാമെങ്കിലും മത്സരത്തിന്റെ സമയത്ത് ഐവറി കാർഡ് പോലുള്ള നല്ല കട്ടിയുള്ള വില പിടിച്ച കാർഡാണ് ഉപയോഗിക്കേണ്ടത്. നീളം നിങ്ങളിവിടെ നമ്മളെ ആ ചതുരത്തിന്റെ നീളം 3 സെന്റിമീറ്ററും വീതി 2.5 സെന്റിമീറ്ററും എടുത്താൽ കൃത്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് കളങ്ങൾ കിട്ടും. ഓക്കെ, പെൻസിൽ കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തി വലിയ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരക്കണം. ബോർഡർ ഉണ്ടാവണം. പേരെഴുതാനുള്ള ഒരു സ്ഥലം വേണമെങ്കിൽ മേലെ. അപ്പോൾ ഈ ചാർട്ടിന്റെ പേരെന്താന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണ്ട, എന്നെ വിളിക്കണ്ട. ഇതിന്റെ പേര് നിങ്ങൾ തന്നെ ഒരു പേര് നിർദ്ദേശിക്കുക. ടീച്ചേഴ്സിൻ്റെ വീട്ടുകാരും ഒക്കെ സഹായത്തോടു കൂടി ഒരു നല്ല പേര് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ടാണ് മെയിൻ ചാർട്ട്. ശ്രദ്ധിക്കുക, ഇത് മെയിൻ ചാർട്ടാണ്. ഇതിനു വേണ്ടി നമ്മൾ റഫ് വർക്ക് ചെയ്യുന്നതൊക്കെ മറ്റൊരു ചാർട്ടിൽ, രണ്ടാമതൊരു ചാർട്ട് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി സ്കെച്ച് പെന്നോ സാധാരണ പെന്നോ ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ മെയിൻ ചാർട്ടിൽ എഴുതുന്നതും അതുപോലെ ഇത് ഈ 2 എണ്ണത്തിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങൾ പ്രത്യേകം എഴുതുന്നതും അത് മാർക്കർ പെന്ന് കൊണ്ടായിരിക്കണം. മറ്റൊന്ന് കൂട്ടാനും ഗുണിക്കാനും ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് അത് മാർക്കർ ഉപയോഗിക്കേണ്ട. സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ സാധാരണ പെന്നോ ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ മറ്റൊരു ചാർട്ടിലാണ് ചെയ്യേണ്ടത്. മൊത്തം 3 ചാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റവും കാഴ്ചയുള്ള ആദ്യം കാണിക്കേണ്ടതും അവതരിപ്പിക്കേണ്ടതും ഈ ചാർട്ടാണ്. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മറ്റ് 2 ചാർട്ടുകൾ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ.